റമദാൻ പകർന്ന ആത്മീയമായ കരുത്തോടെ ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. UAE-യിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മലയാളികളടക്കം ആയിരക്കണക്കിന് വിശ്വാസികളാണ് വിവിധ പള്ളികളിലെയും ഈദ്ഗാഹുകളിലെയും നമസ്കാരത്തിൽ പങ്കെടുത്തത്. റമദാൻ 30 പൂർത്തിയാക്കി വന്ന ചെറിയ പെരുന്നാൾ ഗൾഫ് രാജ്യങ്ങളിൽ ആഘോഷിക്കുകയാണ്. റമദാൻ 30 പൂർത്തിയാക്കി കടന്നു വന്ന പെരുന്നാൾ ഗൾഫ് രാജ്യങ്ങളിൽ ആഘോഷിക്കുകയാണ്. ചെറിയ പെരുന്നാളിനെ സ്വീകരിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇത്തവണ UAE-യിൽ ഒരുക്കിയത്. രാവിലെ മുതൽ പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. UAE-യിലെ വ്യത്യസ്ത എമിറേറ്റുകളിൽ പുലർച്ചെ 6:13 മുതലായിരുന്നു പെരുന്നാൾ നമസ്കാരം. വിവിധ എമിറേറ്റുകളിലെ പള്ളികളിൽ നടന്ന പ്രാർത്ഥനകളിൽ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ദുബായിലും ഷാർജയിലും നടന്ന ഈദ്ഗാഹുകൾക്ക് കേരളത്തിൽ നിന്നുള്ള മതപണ്ഡിതർ നേതൃത്വം നൽകി. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഹുസൈൻ സലഫിയുടെയും ദുബായ് കിസൈസിലെ ഈദ്ഗാഹിൽ ഹുസൈൻ കക്കാടിന്റെയും അൽമനാറിൽ അബ്ദുൽ സലാം മോങ്ങത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. ഒരു മാസക്കാലം നീണ്ടുനിന്ന ഏറ്റവും കഠിനമായ പ്രയത്നത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു ജീവിത വിശുദ്ധിയുണ്ട്. ആ ജീവിത വിശുദ്ധി മാനവികതയിൽ അധിഷ്ഠിതമായ ജീവിത വിശുദ്ധിയാണ്. സമഭാവനയോടെ എല്ലാവരോടും കാരുണ്യമുള്ള ഒരു മനസ്ഥിതിയോടുകൂടെ ജീവിക്കുവാനും പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ സർവാത്മന സമർപ്പിക്കുവാനുമുള്ള ബോധമാണ് ഒരു മാസക്കാലം നേടിയെടുത്തത്. അത് തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാവണമെന്നാണ് ആദ്യമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റമദാനിലെ 30 നോമ്പുകൾ പൂർത്തിയാക്കിയാണ് ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇവിടങ്ങളിൽ ഇത്തവണത്തെ റമദാൻ വ്രതം മാർച്ച് 11-നായിരുന്നു ആരംഭിച്ചത്. ഒമാനിൽ ഒരു ദിവസം വൈകിയായിരുന്നു വ്രതാരംഭം. എല്ലാവർക്കും ഈദ് ഉൽ ഫിത്തറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.